ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് കാണുന്ന ഈ കോഡാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ബോർഡർ ഭാഗം. ജമ്മു കാശ്മീർ ഒഴികെ മറ്റു ഭാഗങ്ങളിൽ ടെററിസം ഇല്ലാതെ ഒരു പരിധിവരെ സമാധാനമായിരിക്കാൻ കാരണം ആയിരക്കണക്കിന് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇതുപോലെയുള്ള ബോർഡർ ഫെൻസുകളും ഫ്ലഡ് ലൈറ്റുകളും ഇവിടെയുള്ള പട്ടാളക്കാരും സുരക്ഷ ഉറപ്പാക്കുന്നു. പക്ഷേ കാശ്മീരിലെ ജിയോളജി കാരണം ഇത് വളരെ ബുദ്ധിമുട്ടാണ്. 201 കിലോമീറ്റർ ഇന്റർനാഷണൽ ബോർഡറും 743 കിലോമീറ്റർ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഭാഗങ്ങളിലും കഠിന പരിശ്രമത്തിന്റെ ഒടുവിൽ ഇതുപോലെയുള്ള ഫെൻസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ആന്റി ഇൻഫിൽട്രേഷൻ ഒബ്സ്റ്റക്കിൾ സിസ്റ്റം. ഇതിൽ മുള്ളുവേലികളും ഇലക്ട്രിക് കണക്ഷനും ചലനങ്ങൾ മനസ്സിലാക്കാനുള്ള സെൻസറുകളും റേഡാറുകൾ, ലേസർ, നൈറ്റ് വിഷൻ ക്യാമറ തുടങ്ങിയ പല ടെക്നോളജികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വർഷം തോറും ഈ ഭാഗത്തുണ്ടാകുന്ന 14 അടിക്ക് മുകളിലുള്ള മഞ്ഞുവീഴ്ച കാരണം ഈ മൊത്തം സിസ്റ്റവും മഞ്ഞിന്റെ അടിയിലാകുന്നു. എസ്പെഷ്യലി സ്നോ ആവലാഞ്ച് എന്ന് പറയുന്ന മഞ്ഞ് ചരിവുകളും ഇവിടെ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. ഈ സമയം മുതലെടുത്താണ് തീവ്രവാദികൾ അതിർത്തി കടക്കുന്നത്. ഈ കാലാവസ്ഥയിലും ഇന്ത്യൻ സോൾജേഴ്സ് നമുക്ക് മാക്സിമം സുരക്ഷ നൽകുന്നുണ്ട്.